ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ സർവവിഘ്നോപശാന്തയേ സർവവിഘ്നോപശാന്തയേ. ആദ്യമായി നമ്മളുടെ ഇന്നത്തെ ചടങ്ങിലേക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ഞാൻ പറഞ്ഞു. സ്ഥാനം വഹിക്കാനിരുന്നത് നമ്മുടെ മെമ്പറും നമ്മുടെ ലൈബ്രറിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ഈ വാർഡ് മെമ്പറുമാണ്, സോമിനി മാഡമാണ്. സോമിനി മാഡത്തിന് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് രാവിലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീ AK ദാസ് സാറ് നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് കണയന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് സാർ. ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ പരിപാടികൾക്ക് ഒരുപാട് പരിപാടികളിൽ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇത് സാറ് ഇന്നത്തെ ഈ IV ദാസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സാർ എത്തിയിരിക്കുന്നത്. സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞാണ് നമ്മുടെ മനോജ് സാറ് നമ്മുടെ ഉദയംപേരൂർ നേതൃസമിതിയുടെ കൺവീനർ കൂടിയാണ്. ഉദയംപേരൂർ നേതൃസമിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദയംപേരൂരിലുള്ള 7 ലൈബ്രറികൾ കൂടിച്ചേർന്നിട്ട് അവരുടെ എല്ലാം ചാർജ് ചെയ്യുന്നതിനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും പ്രവർത്തനങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യുന്നതിനൊക്കെ ആയിട്ടൊരു നേതൃസമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ താലൂക്ക് ലൈബ്രറി കൗൺസിലിലെ എക്സിക്യൂട്ടീവ് അംഗവും കൂടിയാണ് PR മനോജ് സാറ് ചിലപ്പോഴേ എത്തുകയുള്ളൂ. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ പതിവ് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ ലൈബ്രറി അംഗമാണ് ശ്രീമതി ട്രീസ പാപ്പച്ചൻ. ട്രീസയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ വത്സല ചേച്ചി നിങ്ങളോട് പറഞ്ഞുള്ള ഓരോന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട, നമ്മുടെ തയ്യലിൻ്റെ ഇൻചാർജാണ്. അതുകൂടാതെ വനിതാവേദി ലൈബ്രറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാവേദിയുടെ പ്രസിഡന്റ് കൂടിയാണ് വത്സല ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉള്ളത് രത്നമ്മ ടീച്ചർ ഞാൻ പറഞ്ഞു. രത്നമ്മ ടീച്ചർ നമ്മുടെ സൊസൈറ്റി അംഗമാണ്, ലൈബ്രറി അംഗമാണ്, ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉള്ള ആളാണ്. വനിതാവേദി യുവത ഏതിലും വേണമെങ്കിലും യുവതയുടെ പരിപാടികളിലും ടീച്ചർ ആക്റ്റീവാണ്, വനിതാവേദിയിലെ പരിപാടികളിലും ടീച്ചർ ആക്റ്റീവാണ്. അതുകൂടാതെ ബാലവേദി ഉണ്ടെങ്കിലും ടീച്ചറെ ഏതിൽ വേണമെങ്കിലും ഉൾപ്പെടുത്താം. ബാലവേദി പരിപാടികളിൽ ടീച്ചർ ഡാൻസ് കളിച്ച് അതിനകത്ത് പങ്കെടുക്കും. വനിതാവേദി ആണെങ്കിൽ തയ്യലോ വേറെ എന്തെങ്കിലും തരത്തിൽ അങ്ങനത്തെ ടീച്ചർ പങ്കെടുക്കും. മറ്റേ വയോജനത്തിലാണെങ്കിൽ അതിൽ പങ്കെടുത്ത് അതിലും ഓടാൻ പോയി ഇപ്പം അവാർഡൊക്കെ മേടിച്ചോണ്ടിരിക്കുക കേട്ടോ സാറേ. ഇത്ര ഇതെല്ലാം ഇവിടുത്തെ ജില്ലാ അമേച്ചർ മീറ്റിൽ നടത്തത്തിലും റിലേയിലും അല്ലേ സ്വർണ്ണ മെഡൽ ഓൾ കേരള അതിനകത്ത് ഗോൾഡ് മെഡൽ വാങ്ങിച്ചേക്കുന്ന ആളാണ് രത്നമ്മ ടീച്ചറെ നമുക്ക് എല്ലാത്തിൻ്റെയും ഭാഗമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടീച്ചറെ ഞാൻ അഭിമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നൈസി, അശ്വതി, എല്ലാവരെയും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ രാവിലത്തെ ഈ മഴയിലും പഠിത്തത്തിലും വീട്ടിലെ ജോലിയും എല്ലാം മാറ്റിവെച്ച് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും.